അൻവറിന് സ്വാധീനമുണ്ടാകില്ലെന്ന് പറഞ്ഞ് അവഗണിച്ച മുന്നണികൾക്ക് PV അൻവർ നൽകിയ മറുപടിയാണ് നിലമ്പൂരിൽ പിടിച്ച 20,000-ഓളം വോട്ട്. ഫലം വന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് PV അൻവർ പ്രഖ്യാപിച്ചു. PV അൻവറിന് UDF പ്രവേശന സാധ്യതകൾ തുറന്നിടുന്നതാണ് UDF നേതാക്കളുടെ പ്രതികരണം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതും രാഷ്ട്രീയ ഉദ്വേഗം നിറച്ചതും PV അൻവറായിരുന്നു. പിണറായിയോട് കലഹിച്ച് CPIM ബന്ധം ഉപേക്ഷിച്ചതു മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ നിലപാട് വരെ, മുന്നണി പ്രവേശന ചർച്ചകൾ തൊട്ട് തനിച്ച് തിരഞ്ഞെടുപ്പ് കളത്തിലേക്കിറങ്ങാനുള്ള നാടകീയ നീക്കങ്ങൾ വരെ, വഞ്ചകനെന്ന് മുഖ്യമന്ത്രിയും വാതിലടച്ചുവെന്ന് പ്രതിപക്ഷ നേതാവും അൻവറിനെതിരെ നിലപാടെടുത്തു. ഇതിനിടയിൽ തനിച്ചിറങ്ങി അൻവർ പിടിച്ച 20,000-ഓളം വോട്ടിന് തിളക്കമേറെ. ഫലം വന്നതിന് പിന്നാലെ ഇനിയുള്ള പോരാട്ടവും PV അൻവർ പ്രഖ്യാപിച്ചു. എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ, ഈ 2026 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും. മനസ്സിലായോ? ബേപ്പൂരിൽ PV അൻവർ മത്സരിക്കും. പിണറായിസത്തിന്റെ മരുമാനത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കൂട്ടി. അൻവറിന് മുന്നണി പ്രവേശനത്തിനുള്ള സാധ്യതകൾ തുറന്നിടുന്നതായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. കൂടാതിരുന്നല്ലേ, അത് തുറക്കാമല്ലോ. അതിന് വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. അൻവറിനോടുള്ള നിലപാട് VD സതീശൻ മയപ്പെടുത്തിയതും സതീശനോട് പ്രശ്നമില്ലെന്ന അൻവറിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDFനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും. അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കണ്ടേ. ഒരു മടിയില്ല. എന്താ മടി? ഒരു മടിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം വേണമെന്ന് PV അൻവറിനൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ശക്തി തെളിയിക്കാനുള്ള മറ്റൊരവസരമായാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അൻവറും ഒപ്പമുള്ളവരും കാണുന്നത്. 24 നിലമ്പൂർ.